പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മളെ പരീക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ പടയ്ക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു താല ഇബ്ലീസിനെ പടയ്ക്കുമായിരുന്നു. ഇബ്ലീസിനെ പടച്ചത് അള്ളാഹ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷണത്തെ ചോദ്യം ചെയ്യാം. ഇബ്ലീസിനെ പടച്ചിട്ടുള്ളത് അള്ളാഹ് ആണ് എന്ന് വിശ്വസിക്കാത്ത ആരെങ്കിലും മുസ്ലിം ഉണ്ടോ? ആദം നബിയെ നമ്മുടെ പിതാവിനെ സ്വർഗത്തിൽ പടച്ചപ്പോൾ തന്നെ ആദം നബിയെ പിഴപ്പിക്കാൻ ഇബ്ലീസിനെ പടച്ചവൻ അള്ളയാണ്. അതുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കാനും നമ്മളെ നശിപ്പിക്കാനും നമ്മളെ തകർക്കാനും ലോകത്തിന്റെ ശക്തികളും ശ്രമിക്കുമ്പോൾ അതൊന്നും അള്ളാഹ് കാണാതെയാണ്, ഇതൊന്നും ചെറുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തതാണ് എന്ന് ആരെങ്കിലും മുസ്ലിം വിചാരിച്ചാൽ അവനെങ്ങനെ വിചാരിക്കാം, എന്നിട്ട് അവന്റെ പാട്ടിന് പോകാം. അത്രേ ഉള്ളൂ. നമ്മളെ പിഴപ്പിക്കാനും നമ്മളെ തകർക്കാനും ലോകം ശ്രമിക്കും. തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ട് അള്ളാഹു തആല ഇബ്ലീസിനെ പടച്ച. അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്ലീസ് വന്ന് വിളിച്ചു പറഞ്ഞില്ലേ, അള്ളാഹുവേ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും അപ്പോഴും അള്ളാഹ് പറഞ്ഞു, പിഴപ്പിച്ചോ ഇബ്ലീസെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, അള്ളാഹ് അവരുടെ മുമ്പിൽ കൂടെ ഞാൻ ചെല്ലും, അവരുടെ പുറകിൽ കൂടെ ചെല്ലും, വലത്തോടെ ചെല്ലും, ഇടത്തോടെ ചെല്ലും, അവരിൽ അധിക പേരത്തെയും നിനക്ക് നന്ദി ചെയ്യുന്നവരായി കാണാൻ ഞാൻ അനുവദിക്കുകയില്ല പടച്ചവനെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, അതും സമ്മതിച്ചു എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്ലീസിനെ പടച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് പരീക്ഷണം വെച്ച അള്ളാഹ്, ആ ഇബ്ലീസിന്റെ ശക്തികൾ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മെ തകർക്കാൻ, നമ്മെ പിഴപ്പിക്കാൻ, നമ്മെ ശശിപ്പിക്കാൻ ഇബ്ലീസിയൻ ശക്തികൾ ശ്രമിക്കും. ലോകത്ത് ഇസ്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇബ്ലീസിയൻ ശക്തികളുടേതാണ്, അല്ലാതെ വേറെ ആരുടെ അല്ല. നമ്മളതിന് പറയുന്ന പേര് വേറെ ചിലത് പേരാണ്. ട്രംപ് എന്നാ ചിലപ്പോ നമ്മൾ പറയാ, ചിലപ്പോ നെതന്യാഹു എന്ന് പറയും, ചിലപ്പോ മോഡി എന്ന് പറയും, ചിലപ്പോ എന്ന് പറയും അമിത്ഷാ എന്ന് പറയും, അങ്ങനെ ചില പേരുകൾ പറയും. ആരാണിതൊക്കെ? ഇബ്ലീസിയൻ ശക്തികളാണ്. ഇസ്ലാമിന്റെ എതിർദിശയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ശക്തികൾ, ആദമിന്റെ എതിർദിശയിൽ നിലയുറപ്പിച്ച അതേ ശക്തി തന്നെയാണ്. ആ ശക്തിയുടെ പേരാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ പ്രവർത്തനം സ്വർഗത്തിൽ ആരംഭിച്ചെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ വന്നിറങ്ങിയ അന്നു മുതൽ ഇബ്ലീസും അവന്റെ അനുയായികളും ഈ മനുഷ്യരാശിയെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് പണി നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇബ്ലീസ് പണി നിർത്തുമെന്ന് ഹദീസ് പഠിപ്പിച്ചിട്ടില്ല, പുണ്യ റസൂൽ നമ്മോട് പറഞ്ഞിട്ടില്ല. എക്കാലത്തും ഇബ്ലീസ് ആക്റ്റീവാണ്. ഇബ്ലീസ് ആക്റ്റീവാണ്. ആ ആക്റ്റീവായ ഇബ്ലീസിനെ നേരിട്ട് കൊണ്ടല്ലാതെ ഈ ലോകത്ത് രക്ഷപ്പെട്ട, വിജയിച്ച, അള്ളാഹുവിന്റെ പ്രീതി നേടിയ ഒരൊറ്റ വ്യക്തിയും കടന്നു പോയിട്ടില്ല. ഒരൊറ്റ ആള് പോലും. ശക്തമായ പോരാട്ടം. അക്കാര്യത്തിൽ ഏറ്റവും മികച്ച മാതൃക പ്രവാചകന്മാരാണ്, നബിമാരുടെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തരുന്നത് പരീക്ഷണത്തിൽ മുസൽമാൻ പതറുണ്ടായെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ അഭിസംബോധന ചെയ്യുന്നത് മുഴുവൻ നബിമാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നബിമാരെ പറയാതെ ഖുർആൻ ഒന്നും പറയണില്ല. എന്തിനാ ഈ നബിമാരെ പറയണേ? നബിമാരുടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ അവർ ഇങ്ങനെ സുഖകരമായി അവരുടെ ജീവിതം ആരംഭിച്ചു, വളരെ സന്തോഷകരമായി സുഭിക്ഷമായ ഒരു ജീവിതത്തിലൂടെ അവരിങ്ങനെ കടന്നുപോയി. അവസാനം അവര് വളരെ രാജകീയമായ നിലയിൽ അവർ മരിച്ചുപോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നോവൽ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാര്യത്തിൽ എടുക്കാനുണ്ടോ? ഏത് നബിയുടെ കഥ പറയുന്നത് എന്തിനാ? ഏത് നബിയുടെ കഥ പറയുന്നതും എന്തിനാണ്? ഇബ്ലീസിന്റെ ശക്തികളാ നബിക്കെതിരിൽ പ്രവർത്തിച്ചു. ചെറിയ ശ്രമമല്ല, തകർക്കാൻ ശ്രമിച്ചു, വകവരുത്താൻ ശ്രമിച്ചു, മുച്ചൂടും നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇബ്ലീസിന്റെ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് എന്റെ പിന്നിൽ, എന്റെ കൽപ്പനകളിൽ ഉറച്ചു നിന്ന പ്രവാചകന്മാർ വിജയിച്ചു എന്ന് പറയാനാണ്. പരീക്ഷണങ്ങളിലൂടെ എന്റെ നബിമാർ കടന്നുപോയി. പരീക്ഷണങ്ങൾ അവർ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ അള്ളാഹ് പറയുന്നില്ലേ?
മൂസ നബിയുടെ കഥ അല്ലാഹു തആല 130 പ്രാവശ്യം ഖുർആനിൽ പറയുന്നുണ്ട്. മൂസ നബിയുടെ കഥ പറയുന്നിടത്താണ് നമുക്ക് സുപരിചിതനായ ഒരു സുഹൃത്തിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അതാരാണ്? ഫിർഔൻ. അല്ലേ? ഫിർഔൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ ഈസാ നബി അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രതിയോഗി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തിനാ അത് പറയുന്നതെന്നറിയാവോ? ഇന്ന് ഇസ്ലാമിൽ അന്ന് മൂസ നബിക്ക് ഫിർഔൻ ഉണ്ട്, അതിനു മുമ്പ് നൂഹ് നബിക്ക് നമ്രൂദ് ഉണ്ട്, ഇബ്രാഹിം നബിക്ക് എതിരിൽ നമ്രൂദ് ഉണ്ട്, അതിനു മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരിൽ പ്രമാണിമാരുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഇബ്ലീസിന്റെ പിണിയാളുകളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹിക്കെതിരിലും എതിരാളിയുണ്ട് എന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെന്നല്ല, ഏറ്റവും വലിയ അധികാരത്തിന്റെ തലക്കനവും കാണിച്ച് ലോക പോലീസായി ചമഞ്ഞു നിൽക്കുന്നവന്റെ പേരെന്തുവായിക്കൊള്ളട്ടെ, അവൻ ഈ ലോകത്ത് ഇല്ല എങ്കിൽ മുസൽമാന്റെ പരീക്ഷണം നടക്കില്ല. മുസൽമാന്റെ ഈമാന്റെ പരീക്ഷണം നടക്കണം ഇവിടെ. ഈ ലോകത്ത് ജീവിക്കുന്ന മുസൽമാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനെ അംഗീകരിച്ചാണോ അവന്റെ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയണം. അനുഗ്രഹം അല്ലാഹു തആല കൊടുക്കും. അനുഗ്രഹം കൊടുത്തിട്ട് നന്ദി ചെയ്യുന്നുണ്ടോ എന്ന് അല്ലാഹു തആല പരീക്ഷിക്കും. ആ അനുഗ്രഹത്തോട് നന്ദിയോടെ പ്രതികരിച്ചാൽ അല്ലാഹു അനുഗ്രഹത്തെ പെരുപ്പിച്ചു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ ലഇൻ ശകറതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അനുഗ്രഹം കൊടുത്താൽ നിങ്ങൾ അതിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്താൽ എന്ത് ചെയ്യും? അല്ലാഹു അനുഗ്രഹം കൂട്ടിത്തരും. പക്ഷെ അനുഗ്രഹത്തെ നന്ദി ചെയ്തില്ലെങ്കിലോ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കടുത്തതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾക്ക് ശിക്ഷ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് ഇപ്പൊ മനസ്സിലായോ? നമുക്ക് അല്ലാഹു തആല ആവോളം അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ട് ഒരു പരീക്ഷണം നടത്തും. ആ പരീക്ഷണത്തിൽ, ആ അനുഗ്രഹം തന്നുള്ള പരീക്ഷണത്തിൽ അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്താൽ എന്തിനെന്നറിയാതെ ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. പക്ഷെ ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്തില്ലെങ്കിലോ നമ്മളെ അല്ലാഹു തആല ശിക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിന് പാകപ്പെടുത്തുമെന്നുള്ളത് പടച്ച തമ്പുരാന്റെ പരിപാടിയാണ്. നാം അവരെ നന്മ കൊടുത്തൊന്ന് പരീക്ഷിച്ചു നോക്കും, പിന്നീടോ തിന്മ കൊടുത്തായിരിക്കും പരീക്ഷിക്കുക. എന്തിനാ? നന്മ ആവോളം തന്നു. നോക്ക്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? നന്മ തന്ന് നമ്മളെ അല്ലാഹ് പരീക്ഷിച്ചതിന് ഇന്നലകളിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളല്ലേ നമുക്ക് അല്ലാഹു തആല തന്നത്. ഇപ്പൊ പ്രളയം വന്നു, അതുപോലെ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. വാസ്തവത്തിൽ ഇപ്പൊ NRC ആണ് നമ്മളെ എല്ലാരെയും പിടിച്ചു ഞെരുക്കുന്ന സംഗതിയെങ്കിലും NRCയെക്കാളും വലിയൊരു സംഭവം അതിനു മുമ്പും വന്നായിരുന്നു. അത് നമ്മൾ മറന്നുപോയതാ. അത് പ്രളയമാ. ഇപ്പോ ഈ പ്രളയ ജലം കേരളത്തെ മുക്കിക്കൊല്ലും എന്ന വിധത്തിൽ പ്രളയം കയറി വന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സുഭിക്ഷത നിറഞ്ഞ ഒരു നാടിനെ അല്ലാഹു തആല അനുഗ്രഹം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ ആ അനുഗ്രഹത്തോട് നന്ദി ചെയ്യുന്നുണ്ടോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നറിയാൻ ആഗ്രഹിച്ച അല്ലാഹ് ആ പെർഫോമൻസ് മികച്ചതാക്കി കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോയത് നമ്മുടെ നാടിന്റെ, നമ്മുടെ കേരളത്തിന്റെ ശാപമല്ലേ? നല്ല നില കാണിച്ചു കൊടുക്കാൻ പറ്റിയോ? പരീക്ഷണത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നത് എന്താ? മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ എങ്ങനെ? അവൻ അനുഗ്രഹങ്ങൾ വാരിച്ചോരിച്ചൊടുത്തുകൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുമ്പോൾ എന്താ അനുഗ്രഹം പടച്ചോനെ? കോരിച്ചൊരിയുന്ന മഴയത്ത് വാർന്നൊലിക്കുന്ന വീടുകളിൽ ഇന്നലകളിൽ ഒരു 25 കൊല്ലം മുമ്പ് താമസിച്ച നമ്മളെല്ലാം കോൺക്രീറ്റ് സൗധങ്ങളിൽ അന്തിയുറങ്ങുന്നവരായി അല്ലേ? അനുഗ്രഹമല്ലായിരുന്നോ? കൊടുംചൂടത്ത് പിടിച്ചു നിൽക്കാനാവാതെ എരിപൊരി കൊണ്ടിരുന്ന നമ്മുടെയെല്ലാം വീടുകളിൽ നിന്നൊരു മുറിയെങ്കിലും ശീതീകരിക്കപ്പെട്ടതായി AC വൽക്കരിക്കപ്പെട്ട വീടുകളായി നമ്മുടെ വീടുകൾ മാറി.
പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകൾ നടന്ന് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ ഇന്ന് 10 ചുവട് വെക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വീടുകളിൽ നമ്മൾ 2 വീലറും 3 വീലറും 4 വീലറും ഉള്ളവരായി മാറി. അല്ലേ? അനുഗ്രഹങ്ങൾ ആവോളം തന്ന അല്ലാഹു തആല നമ്മളെ പരീക്ഷിച്ചപ്പോൾ അപ്പൊ അവൻ പറഞ്ഞു, അല്ലാഹ് എന്നെ അംഗീകരിച്ചിരിക്കുക, ബഹുമാനിച്ചിരിക്കുക, ഇപ്പൊ വലിയ നിലയിലും വിലയിലുമാണ് ഞാൻ എന്ന് പറഞ്ഞവൻ ഇങ്ങനെ പൊങ്ങി നടന്നു. എന്നാൽ എന്നാൽ മനുഷ്യൻ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളൊന്ന് പിൻവലിച്ചു, ഒരു മാന്യം വരുത്തി, ഒരു പ്രയാസം വരുത്തി. അങ്ങനെ അല്ലാഹു തആല അവനെ പരീക്ഷിക്കുമ്പോഴോ അവന്റെ ഉപജീവനങ്ങൾക്ക് ഒരല്പം മുട്ടുവരുത്തി, മാന്ദ്യം വരുത്തി, ക്ഷാമം വരുത്തിയാൽ അപ്പൊ മനുഷ്യൻ പറയും, ഓ അല്ലാഹ് എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടും എന്നെ അല്ലാഹ് ഇങ്ങനെ ആക്കി കളഞ്ഞല്ലോ. പറയരുത് കൂട്ടരെ, പറയരുത്. അങ്ങനെ ഞാൻ നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും അല്ലാഹു തആല എനിക്ക് പ്രയാസം വരുത്തിയത് എന്താ ചോദിക്കരുതെന്നാൽ, കാരണം ഇത് രണ്ടും പരീക്ഷണമാണ്. അല്ലാഹ് പറയാ, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അല്ല കേട്ടോ, അല്ല അല്ല. തന്നപ്പോ നിന്നെ ബഹുമാനിച്ചതോ എടുത്തപ്പോ നിന്നെ നിന്ദിച്ചതോ അല്ല. ബല്ലാ തുക്രിമൂനൽ യതീം. കയ്യിൽ കാശ് തന്നപ്പോൾ നീ യതീമിന്റെ കാര്യം പരിഗണിച്ചിരുന്നോടാ? കയ്യിൽ കാശ് തന്നപ്പോൾ നീ യതീമിന്റെ കാര്യം പരിഗണിച്ചിരുന്നോ? വല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാബ്ബൂന അലാ തആമിൽ മിസ്കീൻ. നീ സുഭിക്ഷതയിലേക്ക്, നിറവിലേക്ക് ഉയർന്നപ്പോൾ, നീ സമ്പന്നതയുടെ മേൽപ്പെട്ടിലേക്ക് നീ ഉയർന്നപ്പോൾ, അഗതികൾ അന്നം കഴിക്കാതെ നിന്റെ പരിസരത്ത് അന്തി ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിനക്ക് നേരം കിട്ടിയോ? അവന്റെ പ്രശ്നം പരിഗണിച്ചോ? പാവപ്പെട്ട നിന്റെ അയൽപക്കത്തെ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പണ്ടമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ, നിന്റെ ഒരേ ഒരു മകളെ നീ കോടിക്കണക്കിന് രൂപയുടെ പന്തലൊരുക്കിക്കൊണ്ടും ഭക്ഷണം വിളമ്പിക്കൊണ്ടും നീ കോടിക്കണക്കിന് രൂപയുടെ മാമാങ്കം നടത്തി കല്യാണം നടത്തിയവനല്ലേടാ? അനുഗ്രഹങ്ങൾ തന്നപ്പോൾ നന്ദി ചെയ്തോ? ഇത് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാ മനുഷ്യൻ പടച്ചവനെ പടച്ചത്. മനുഷ്യനെ പടച്ചതിനാ അനുഗ്രഹങ്ങളോട് നന്ദി ചെയ്യുമെന്നറിയാൻ വേണ്ടിട്ടാ. സഹോദരന്മാരെ, ഈ പരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും പറ്റില്ല. അല്ലാഹു പറയുകയാണ്, അല്ലാഹു തആല ഒരു നഗരവാസികളെ, ഒരു ഗ്രാമവാസികളെ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. കാനത്ത് ഖറിയത്തൻ ആമിന. അവർ നിർഭയരായി ജീവിച്ച ഒരു ഗ്രാമമായിരുന്നു. ഒന്നിനെയും പേടിക്കണ്ട. ഒരുപക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഈ ആയത്തോതുമ്പോൾ കേരളത്തെ കുറിച്ച് പറയാമെന്ന്. കാരണം എന്താ? ഫലസ്തീനിൽ പ്രശ്നം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് അവിടത്തെ എന്തോ കുഴപ്പമാ. അഫ്ഗാനിൽ പ്രശ്നം വന്നപ്പോ പറഞ്ഞു അത് അവരുടെ എന്തോ കുഴപ്പമാ, നമുക്കൊന്നും പേടിക്കണ്ട. ഇറാഖിൽ പ്രശ്നം വന്നപ്പോ പറഞ്ഞു നമുക്ക് പേടിക്കണ്ട, കാനത്ത് ഖറിയത്തൻ ആമീന. ഉത്തർപ്രദേശിൽ പ്രശ്നം വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് അവിടത്തെ പ്രശ്നമാ, നമ്മളെ അത് ബാധിക്കില്ല. ബോംബെയിൽ കലാപം നടന്നപ്പോ നമ്മൾ പറഞ്ഞു അത് നമ്മളെ ബാധിക്കില്ല, നമുക്ക് പേടിക്കണ്ട. കാനത്ത് ഖറിയത്തൻ ആമീന. ഒട്ടും പേടിക്കാതെ ജീവിച്ച ഒരു നാടായിരുന്നു അത്. അല്ലാഹു പറയാൻ, ഒന്നും പേടിക്കണ്ട, നിർഭയമായി ജീവിച്ചു. മുത്മഇന്നതൻ, സ്വസ്ഥമായി ശാന്തമായി അന്തി ഉറങ്ങിയ ഒരു നാടാണ്. അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു തആല വാരിക്കോരി കൊടുത്തു. എന്നിട്ടോ അവർക്കെല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉപഭോഗ വസ്തുക്കൾ കിട്ടിക്കൊണ്ടിരുന്നു, ശമ്പളം വന്നുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല വസ്തുക്കൾ എല്ലാ ഭാഗത്തു നിന്നും മിൻകുല്ലി മക്കാനിൻ, എല്ലാ രാജ്യത്തിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, ജർമ്മനിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു, അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ നാടുകളിൽ നിന്നും അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു. അവർ പക്ഷെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോട് നന്ദിയോടെ പ്രതികരിച്ചില്ല. നന്ദിയോടെ കാണിച്ച എന്താ ചെയ്തേ? കിട്ടിയത് മുഴുവൻ ദൂർത്തടിച്ചു. 2 മക്കളും മാതാപിതാക്കളും 1000 സ്ക്വയർ ഫീറ്റ് അധികപ്പറ്റാണ്. 3000-ഓ 5000-ഓ സ്ക്വയർ ഫീറ്റ് ഇല്ലാത്ത വീട് വെച്ചൂടാ. കഫറത്ത് ബിഅൻഉമില്ല.
എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഇങ്ങനെ വിഭവങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു, റിസ്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നു, അവർക്ക് പണം വന്നു ചേർന്നുകൊണ്ടിരുന്നു. ശാന്തമായി അന്തി ഉറങ്ങിയിരുന്ന നാടാണ്. അതെല്ലാം ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്തു? ദശലക്ഷങ്ങളുടെ കൊട്ടാരം കെട്ടി. ദശലക്ഷങ്ങളുടെ കൊട്ടാരം. ദശലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ അവൻ വാങ്ങി. ദശലക്ഷങ്ങൾ മുടക്കി അവൻ കല്യാണം നടത്തി. അപ്പോൾ അവൻ ഒട്ടും പരിഗണിച്ചില്ല തന്റെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളെ അവൻ ഒട്ടും പരിഗണിച്ചില്ല. അല്ലാഹു പറയാ, വളരെ ഒട്ടും പിന്തിയില്ല. പൊടുന്നനെ അവരെ അല്ലാഹു തആല പിടിച്ചിട്ട് ലിബാസൽ ജൂ, വിശപ്പിന്റെ ഉടുപ്പ് ഒരു ഉത്തരിയുടെ തലയുടെ മുകളിൽ കൂടെ അല്ലാഹു തആല ഇട്ടു. വിശപ്പിന്റെ വൽ ഖൗഫ്, പേടിയുടെയും ഉടുപ്പെടുത്ത് അവരുടെ തലമണ്ടയെ കൂടെ അല്ലാഹു തആല ഇട്ട് കൊടുത്തു. അല്ലാഹു തആല പറയാ, കണ്ടില്ലായിരുന്നു പ്രളയം വന്നപ്പോ എന്റെ പള്ളിയുടെ സ്കൂളുണ്ട്. ആ പള്ളി സ്കൂള് ഒരു പ്രളയ ക്യാമ്പായിരുന്നു. 500 പേർക്ക് ഭക്ഷണം ഒരുക്കി. നാട്ടിലെ ഒന്നാന്തരം മുതലാളിമാരാണ് വീടൊക്കെ പൂട്ടിയിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ വന്ന് താമസിക്കുന്നത്. പലരും വന്നു, ബന്ധുമിത്രാദികളുടെ വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പോൾ പോലും അവർ അപരനെ ആശ്രയിച്ചുകൊണ്ട് അന്നം കഴിക്കേണ്ട 2 നില 3 നില കൊട്ടാരമുള്ളവർ പ്രളയം അവരുടെ വീടിന്റെ മട്ടുപ്പാവിൽ വന്ന് മുട്ടിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് പ്രളയം കടന്നു വന്നപ്പോൾ ചെറുക്കാനാവാതെ വീട്ടിൽ നിന്നിറങ്ങി അഭയാർത്ഥി ക്യാമ്പിൽ അഭയം പ്രാപിച്ചവരെ വിശപ്പ് വേട്ടയാടി. അന്യന്റെ അപരന്റെ സഹായം ആവശ്യമായി അല്ലേ? അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയി അഭയം പ്രാപിച്ചു, ബന്ധുവിന്റെ ഔദാര്യം അവൻ ആവശ്യമായി വന്നു. കേരളത്തിൽ വന്നതല്ലേ? അല്ലാഹു തആല വിശപ്പിന്റെ ഉത്തരീയമെടുത്ത് ഒരു ഉടുപ്പ് പോലെ അവനെ ധരിപ്പിച്ചു. വൽ ഖൗഫി, പേടിയും വന്നു. പ്രളയകാലത്ത് നാം അത് കണ്ടതാണ്. ഇപ്പോഴത്തെ പേടിയേക്കാളും വലിയ പേടിയായിരുന്നു. കാരണം എന്താണെന്നറിയോ? അന്നൊരു വെള്ളിയാഴ്ച തോരാ മഴ കേരളമാകെ പെയ്ത് തിമിർത്ത് പെയ്ത തോരാ മഴയിൽ പല ഭാഗത്തും മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും പഠിക്കാൻ പോയ വിദ്യാർത്ഥികളായ മക്കളും ഒക്കെ കുടുങ്ങിക്കിടന്നപ്പോൾ അവരെ ഒന്ന് വീട്ടിൽ പോലും എത്തിക്കാൻ കഴിയാതെ പലരും പല വഴികളിൽ പ്രയാസപ്പെട്ടു അല്ലേ? പ്രയാസപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഭയന്നുപോയി. അന്നത്തെ ഒരു രാത്രിയിൽ മഴ തോരുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമായ കഅബാലയത്തിലടക്കം ലോകത്തിന്റെ എല്ലാ കോണുകളിലും പള്ളികളിലും പാതിരാത്രി വീടുകളിലും അള്ളാഹുവിന്റെ നേരെ പ്രാർത്ഥനകളുടെ കരങ്ങൾ ഉയർന്നില്ലേ? പേടിച്ചില്ലേ? എന്താ പേടിച്ചേ? ഇപ്പൊ ഇതുകൊണ്ടിരിക്കുന്ന മഴ, ഓരോ പ്രാവശ്യം മഴ മുറുകുമ്പോഴും മനുഷ്യന്റെ മനസ്സിൽ പേടി മുറുകിക്കൊണ്ടിരുന്നു. ഇന്ന് നാം അത് മറന്നുപോയതാണ്. വല്ലാത്ത പേടിയായിരുന്നു അത്. അന്നത്തെ പാതിരാത്രിയിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി അനുഗ്രഹത്തോടുകൂടി ആ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ അള്ളാഹു തആല മഴയെ പിടിച്ചു കെട്ടിയില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ദുരന്തം അതിലൊടുങ്ങുമായിരുന്നോ? അള്ളാഹു അനുഗ്രഹങ്ങൾ ആവോളം വാരിച്ചോരി തരിയുമ്പോൾ അതിനോട് അനുഗ്രഹത്തെ നന്ദിയോടുകൂടി പ്രതികരിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്ന ആളുകളെ ഒട്ടും താമസിയാതെ അല്ലാഹു തആല അവരെ രുചിപ്പിച്ചത് ലിബാസൽ ജൂഇ വൽ ഖൗഫി, പേടിയുടെയും വിശപ്പിന്റെയും ഉടയാടയാണ് ധരിപ്പിച്ചത്. അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടൊരു പരീക്ഷണമുണ്ട്. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം. ഇനി അനുഗ്രഹത്തിന് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അല്ലാഹു തആല അനുഗ്രഹത്തെ തിരിച്ചെടുത്തുകൊണ്ട് ഒരു പരീക്ഷണമുണ്ട്. എന്തിനാ? നന്മ കൊടുത്ത് അല്ലാഹു ആദ്യം പരീക്ഷിക്കും. അതിൽ വിജയിക്കുന്നില്ലെന്ന് കണ്ടാൽ അല്ലാഹു തആല ദോഷം കൊടുത്ത് പരീക്ഷിക്കും രണ്ടാമത്. എന്തിനാത്? അല്ലാഹു ഉത്തരം പറയുന്നുണ്ട്. ലഅല്ലഹും യർജിഊൻ, അവരെന്നോട് അഹദ് ചെയ്തവരാണ്, അവരെന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, അവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ഞാൻ ഓഫർ ചെയ്തതാണ്. പക്ഷെ സ്വർഗത്തിന്റെ പരീക്ഷണത്തിൽ അവർ തോറ്റുപോയതാണ്. അനുഗ്രഹത്തിന്റെ സമയത്ത് അനുഗ്രഹത്തോട് നന്ദി ചെയ്യാൻ കഴിയാഞ്ഞവരാണ്. നമസ്കാരത്തിൽ പോലും കൃത്യത പാലിക്കാത്തവരാണ്. റമദാനിലെ നോമ്പിനെ അവഗണിച്ചവരാണ്. സക്കാത്ത് കണക്ക് നോക്കാൻ അവർ ഒരിക്കൽ പോലും ശ്രമിക്കാതിരുന്നവരാണ്. പൈസ കയ്യിലുണ്ടായിട്ടും ഹജ്ജ് പോലും ചെയ്യാഞ്ഞവരാണ്.
അനുഗ്രഹം കൊടുത്തപ്പോ ചെയ്യേണ്ട വിധത്തിൽ നന്ദി ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്നവൻ, അള്ള കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ ധൂർത്തടിക്കുന്നവൻ, അവൻ ഇബ്ലീസിന്റെ പിശാചിന്റെ കൂട്ടാളിയാണ്. ആദമിന്റെ മക്കളല്ല അവൻ ഇബ്ലീസിന്റെ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ധൂർത്തടിക്കരുതേ എന്ന് അള്ള പറഞ്ഞത് ഒട്ടും പരിഗണിക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ ധൂർത്തടിച്ചില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനൊക്കെ എറണാകുളത്താ ഉള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ അവിടെ സിയാൽ 3 ലക്ഷം 5 ലക്ഷം ഒക്കെ വാടക കൊടുത്താൽ മാത്രം കിട്ടുന്ന കൺവെൻഷൻ സെന്ററുകൾ മാത്രം എടുത്ത് കല്യാണം നടത്തുന്ന 100 പേരെ പരിശോധിച്ചാൽ 95 മുസൽമാനാ. 95 മുസൽമാനാ. കാരണം മിക്കവാറും എറണാകുളത്തായതിന്റെ പേരിൽ സിയാലിലും അഡിലക്സിലും ഒക്കെ മിക്കവാറും ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ കല്യാണം നടത്താൻ പോകേണ്ടി വരാറുള്ള ആളാണ് ഞാൻ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കല്യാണം നടത്താണ്ട് ഗ്യാപ്പും കൊടുക്കാറില്ല മുസ്ലിം. ദശലക്ഷക്കണക്കിന് രൂപയുടെ ഹാളെടുത്ത് കല്യാണം നടത്തുക എന്ന ഭ്രാന്ത് ഹിന്ദു സഹോദരങ്ങൾക്ക് ഇത്രയും ഇല്ല, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഇത്രയും ഇല്ല. ഈ ഭ്രാന്ത് പണം ധാരാളമായപ്പോൾ മുസൽമാന് വന്നുപോയ ഭ്രാന്തല്ലേ? ഈ ഭ്രാന്തിനെ അല്ലാഹു തആല അനുഗ്രഹം കൊടുത്ത് പരീക്ഷിച്ചപ്പോൾ മോശമായി പ്രതികരിച്ചു പോയവരെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു ഓഫറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഓഫറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലേ അല്ലാഹുടെ ഏകത്വം അംഗീകരിച്ചവനല്ലേ? പക്ഷേ അനുഗ്രഹം കൊടുത്തൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൽ തോറ്റുപോയാൽ പിന്നെ പരീക്ഷിക്കുന്ന ദോഷം കൊടുത്തിട്ടാണ്. പിന്നെ പരീക്ഷിക്കുന്ന എങ്ങനെയാ? ദോഷം കൊടുത്തിട്ടാ. സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പഴയതിലേക്ക് തിരിച്ചു വരണം. പെട്ടെന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല. ദോഷം അതിൻ്റെതായ ദോഷം എങ്ങനെയൊക്കെ വരും. അള്ള പറയുന്നുണ്ട്, പരീക്ഷണമില്ലാത്ത ഇസ്ലാമില്ല കൂട്ടരെ. പരീക്ഷണമില്ലാത്തവന് സ്വർഗമില്ലെന്നറിയണം സഹോദരങ്ങളെ. പരീക്ഷണത്തിന്റെ സമ്മാനമാണ് സ്വർഗം. അതത്രയും വിശാലമാണ്, അത്ര അനുഗ്രഹീതമാണ്. മിനിമം ഒരു സ്വർഗവാസിക്ക് കിട്ടുന്ന സ്വർഗം ഈ ഭൂമിയുടെ 10 മടങ്ങല്ലേ. ഒരു സ്വർഗവാസിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗം എത്രയാ? ഉണ്ടല്ലോ കയ്യില് ആവശ്യം പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ലേ, ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമാ സൂര്യന്. അതുപോലത്തെ 10,000 കോടി സൗരയൂഥങ്ങളാ. അതുപോലത്തെ 20,000 കോടി ഗാലക്സികളാ. ഇതൊക്കെ എന്തിനാ പടച്ചിട്ടിരിക്കുന്നെന്ന് പറയാൻ ഒരുത്തനും അറിയില്ല. ഇതൊക്കെ എന്തിനാ? ഭൂമി അതൊക്കെ അത് നമുക്ക് ജീവിക്കാനാ. പക്ഷെ ഈ പടയ്ക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചങ്ങളൊക്കെ എന്തിനാന്ന് ആർക്കും അറിയില്ല. 14 നൂറ്റാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, മിനിമം മുഅ്മിനിന് അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിന് ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മിനിമം. നഷ്ടമുണ്ടോ? ഇനി മരിച്ചാലെന്താ? ഷഹീദായാലെന്താ? ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയാലെന്താ? അല്ലാഹു കാക്കട്ടെ. ഡിറ്റൻഷൻ ക്യാമ്പിൽ പോയാ എന്താ? അതിന്റെ പേരിൽ കിട്ടാൻ പോകുന്നത് 10 സെന്റ് അല്ല, 1 ഏക്കറല്ല, അല്ലെങ്കിൽ ഒരു 5 ഏക്കർ തോട്ടമല്ല. ഈ മഹാഭൂമിയുടെ ഈ സമുദ്രങ്ങൾ അലറി വിളിക്കുന്ന, അലമാലകൾ അലറി വിളിക്കുന്ന സമുദ്രങ്ങളുള്ള ഭൂമിയുടെ, അമ്പിളി അമ്മാവനോടക്കം പറയുന്ന ഹിമാലയം 80 കിലോമീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ഭൂമിയുടെ, അതുപോലെ തന്നെ സഹാറ പോലുള്ള 100 കണക്കിന് 1000 കിലോമീറ്റർ പരന്നു കിടക്കുന്ന സമതലങ്ങളുള്ള ഈ മഹാഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം കുറഞ്ഞ പക്ഷം ഒരു മുസ്ലിമിന് ഞാൻ നൽകുമെന്ന് അള്ളാഹു പറയുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ സ്വർഗത്തിന് ഒരു പരീക്ഷയുണ്ട് ഇവിടെ. ആ സ്വർഗത്തിന്റെ പരീക്ഷയിലാണ് മുസൽമാൻ. ആ മുസൽമാൻ അള്ളാഹ് അനുഗ്രഹം കൊടുത്തു. എവിടേക്ക് അനുഗ്രഹം കൊടുത്തേ? ഇവിടെ കേരളത്തിന്റെ കഥ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പരീക്ഷണം അനുഭവിക്കുന്ന എല്ലാ രാജ്യത്തും അള്ളാഹു തആല അനുഗ്രഹം. കാശ്മീരിൽ കൊടുത്തില്ലേ? സൗന്ദര്യം, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ പഴങ്ങൾ, ഏറ്റവും നല്ല സൗന്ദര്യം, നല്ല യോഗ്യതകളൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ കാശ്മീരിന്റെ ഇന്നലകളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അവർ ആ അനുഗ്രഹങ്ങളോട് വേണ്ട വിധം നന്ദി ചെയ്തില്ല. കാശ്മീർ എന്നൊരു പീഡന പർവ്വമാണ്. പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ ഓർത്ത് നോക്കുക. ഫലസ്തീൻ ലോകത്തെ ഏറ്റവും സുന്ദരന്മാരാണ്. ഫലസ്തീന്റെ മണ്ണിന്ന് ലോക ഭൂപടത്തിൽ നിന്ന് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ജൂതന്റെ സെറ്റിൽമെന്റ് നടക്കുന്ന പ്രദേശം പോയി കണ്ടവനാണ് ഞാൻ. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശത്താണ് അല്ലാഹു അവരെ താമസിപ്പിച്ചത്. അവർക്ക് അല്ലാഹു തആല ഈമാൻ കൊടുത്തവരായിരുന്നു.
സൗന്ദര്യം കൊടുത്തവരായിരുന്നു, സമ്പത്ത് കൊടുത്തവരായിരുന്നു, ലോകത്തെ ഏറ്റവും വിദ്യാസമ്പന്നരായ സമൂഹവും അവരായിരുന്നു, ഭൗതിക വിദ്യ. പക്ഷേ പ്രവാചകന്റെ ആ മക്കൾ അള്ളാഹുവിനെ മറന്നുപോയതിന്റെ ഫലമായി അവരിന്ന് അനുഭവിക്കുന്ന അദാബല്ലേ. ഇറാഖ് അനുഗ്രഹം കൊടുത്ത് പരീക്ഷിച്ചില്ല. എവിടെയെങ്കിലും അനുഗ്രഹം കൊടുക്കാതിരുന്നോ? ഇറാഖ് എത്ര സുഖസമൃദ്ധമായിരുന്നു, സമ്പൽ സമൃദ്ധമായിരുന്നു. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാ രാജ തഥാ പ്രജ, ഭരണാധികാരിയും ഭരണീയരും ഒന്നുപോലെ. അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ നഹ്നു നത്റുകു ഹാദൽ കിതാബ്, ഈ ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനിത് വലിച്ചെറിയുന്നു എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. സദ്ദാമിനൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അവസാന ഈമാനോട് മരിച്ചു, സ്വർഗം കിട്ടി, അൽഹംദുലില്ലാഹ്. അതാണ് വബലൗനാഹും, നന്മ കൊടുത്ത് അള്ളാഹ് പരീക്ഷിച്ചപ്പോൾ നഹ്നു നത്റുകു ഹാദൽ കിതാബ് എന്ന് പറഞ്ഞ് തന്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായ ബഅ്ത്ത് പാർട്ടി കെട്ടിപ്പടുത്ത് അള്ളയെ തള്ളിപ്പറഞ്ഞ് നാടൊട്ടുക്കും തന്റെ പ്രതിമകൾ സ്ഥാപിച്ച അനിസ്ലാമികമായ തേർവാഴ്ച നടത്തിയ സദ്ദാം ഹുസൈൻ ഇറാഖി ജനത വെറുതെ അനുഭവിക്കാന്ന് വിചാരിച്ച അല്ലാഹു തആല അവർക്ക് അനുഗ്രഹങ്ങളുടെ കാനത്ത് ഖറിയത്തൻ ആമിനത്തൻ മുത്മഇന്ന, സുഖസമൃദ്ധമായ നിർഭീതമായ ശാന്തമായ ഒരു ജീവിതം കൊടുക്കാത്ത ഒരു നാടും ഇസ്ലാമിക ലോകത്തില്ല. ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന നാടുകൾ എല്ലാവർക്കും കൊടുത്തു. അല്ലാഹ് ഗൾഫ് മൊത്തം ഗൾഫിന് അള്ളാഹ് കൊടുത്തതെന്താ? ഗൾഫിന് വലിയ ഇപ്പൊ ഇറാനിലാകട്ടെ, ഇറാഖിലാകട്ടെ, ഫലസ്തീനിലാകട്ടെ, യമനിലാകട്ടെ, മറ്റെവിടെയും ആയിക്കൊള്ളട്ടെ, പേര് പറയാൻ അറിയാവുന്നതും അറിയാത്തതുമായ മുഴുവൻ ഗൾഫ് നാടുകൾക്കും അള്ളാഹു തആല ഈ പരീക്ഷണത്തോടും തൊട്ടു മുമ്പ് കൊടുത്തത് വബലൗനാഹും ബിൽ ഹസന, നന്മയുടെ പരീക്ഷണം, നന്മയുടെ സുഭിക്ഷതയുടെ പരീക്ഷണമാണ്. ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും കേരളത്തിൽ നടക്കം മുസ്ലിം മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം അറബികളുടെ അടിമ വേലക്കാരായി ഈ രാജ്യത്ത് നിന്ന് ഒഴുകിപ്പോയില്ലേ? എന്തുകൊണ്ട്? അള്ളാഹു അവർക്ക് അനുഗ്രഹം കൊടുത്തത് കൊണ്ട്. ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന്, ആ അനുഗ്രഹം കൊടുത്ത നാടുകളാണ് ഇന്ന് നരകയാതന അനുഭവിക്കുന്നതല്ലേ? അല്ലേ സഹോദരന്മാരെ? അല്ലേ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചോ? അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ലോകത്തിന് നന്മ ചെയ്യാൻ ശ്രമിച്ചോ? അവർ കിട്ടിയ സുഖസൗകര്യാദികളുടെ പറുദീസകളിൽ അവരിങ്ങനെ മതിച്ചു പുളയ്ക്കുകയല്ലേ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് അവർക്ക് അടുത്ത പരീക്ഷണത്തിലാണ്. ഈ പരീക്ഷണം അവർക്ക് നഷ്ടമല്ല, ഈ പരീക്ഷണം അവർക്ക് ലാഭമാണ്. കാരണം അനുഗ്രഹത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ വിഷമമാണ്, ദോഷത്തിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ എളുപ്പമാണ്. നന്മ കൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുമെന്നല്ല പറഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സംശയം വരുമായിരുന്നു. പക്ഷേ അല്ലാഹ് പറയുകയാ വൽ വസയ്യിആ, ചീത്ത കൊണ്ട് നന്മ തന്നിട്ട് നിങ്ങൾ വിജയിച്ചില്ലെന്ന് കണ്ടാൽ ചീത്ത തന്ന് നിങ്ങളെ നാം പരീക്ഷിക്കും കേട്ടോ. സംശയം വേണ്ട. കേരളത്തിൽ, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഭയരഹിതമായ സന്തോഷമുള്ള ജീവിതത്തിന്റെ എല്ലാ സുഖ കാലാവസ്ഥയും തന്നു. പക്ഷെ നമുക്ക് അള്ളാഹോ അവന്റെ ദീനോ ഒന്നും പ്രശ്നമല്ലായിരുന്നു. നേരത്തെ ഇവിടെ പറയുണ്ടായി നമ്മുടെ നേരെ വന്ന NRCക്ക് മുമ്പ് നമ്മുടെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നായിരുന്നല്ലോ. എന്തെങ്കിലും അന്ന് നമ്മൾ ഇളകിയോ? നമ്മൾ ചലിച്ചോ? നമ്മുടെ സുഖജീവിതത്തിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളതിന്റെ പേരില് നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം പരിപാടികൾ നടത്തിക്കൊണ്ടു. നമ്മുടെ ബാബരി മസ്ജിദ് പൊളിച്ചു, അല്ലേ? നമ്മള് ഇതിനെതിരിൽ പ്രതിഷേധിക്കണമല്ലോ. ഉടനെ നമ്മൾ ഇറങ്ങി പാടുംപൊളി എടുക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ 25 കൊല്ലം നമ്മൾ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു. എല്ലാം കോടതിയെ ഏൽപ്പിച്ചിട്ട് നമ്മള് വഴിമാറി നടന്നു. അവസാനം കോടതി കണ്ടു ഇവർക്കിതൊന്നും പ്രശ്നമല്ല എന്ന് വിധി പറഞ്ഞു. വിധി പറഞ്ഞപ്പോഴോ ഏറ്റവും ഹീനമായ വിധി, ഒരു നീതിക്കും ചേരാത്ത വിധി, ഒരു ലോജിക്കിനും ചേരാത്ത വിധി. എന്നിട്ടും നമ്മൾ ഇത് തെറ്റാണെന്ന് പറയാൻ പോലും കഴിയാതെ ജീവിത കൊതിയുമായി പേടിച്ച് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു, അല്ലേ? ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞ് 3 ദിവസത്തേക്ക് കേരളത്തില് ഒരു ശബ്ദം പോലും മുസ്ലിമീങ്ങളുടെ നാക്കിയെന്ന് പുറത്തു വന്നില്ല. ഞാൻ ശ്രദ്ധിച്ചു. 2-3 ദിവസത്തേക്ക് മുസ്ലിം സംഘടനകൾ മിണ്ടില്ല. കാരണം എന്താ? വല്ലതും പറഞ്ഞാൽ വല്ലവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ കോടതി വിധിച്ചല്ലേ. അനീതി ആര് ചെയ്താലും അനീതിയാണെന്ന് പറയേണ്ട ബാധ്യതയുള്ള ഒരു സമുദായമല്ലേ നമ്മള്? ആര് ചെയ്താലും അനീതി എന്ന് പറയേണ്ടതില്ലേ? ആരക്രമം ചെയ്താലും അക്രമം എന്ന് പറയേണ്ടതില്ലേ? അപ്പൊ അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒളിച്ചു നടന്നില്ലേ?
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെന്നതിന്റെ സൂചന. സുഖകരമായി ജീവിച്ചപ്പോൾ നമുക്ക് മുമ്പിൽ പലവട്ടം അല്ലാഹ് കൊണ്ടുതന്നതല്ലേ? കൊണ്ടുതന്നില്ലേ? മുത്തലാഖിന്റെ നേരെ കൈവച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ മുത്തലാഖിൽ നിന്ന് മുസ്ലിം പെണ്ണിനെ രക്ഷിക്കാനല്ലെന്ന് മനസ്സിലായതല്ലേ? നമ്മൾ മിണ്ടിയോ? വിധി വന്നപ്പോ മിണ്ടിയോ? തെറ്റാന്ന് പറഞ്ഞോ? ഈ ഇളക്കം നമ്മൾ കാട്ടിയോ? ഇതെന്തിനാണ്? സ്വന്തം ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് വരെ തന്റെ വീട്ടിലൊന്ന് ചേർത്ത് നിർത്താനോ ഒരു കരസ്പർശം നൽകാനോ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രി മുസ്ലിം പെണ്ണിനെ രക്ഷിക്കാനാണ് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ നമ്മൾ അന്ധമായി വിശ്വസിച്ചില്ലേ? നമ്മൾ മിണ്ടാതെ നടന്നില്ലേ? നമ്മളെ അല്ലാഹ് പരീക്ഷിക്കുകയായിരുന്നു. നമുക്ക് ആദർശ ബോധമുണ്ടോ? സത്യത്തിന് വേണ്ടി നാം നിൽക്കാൻ തയ്യാറുണ്ടോ? നീതിയുടെ പക്ഷത്ത് നാം നിലയുറപ്പിക്കുമോ? സഹോദരങ്ങളെ, എല്ലാം കഴിഞ്ഞപ്പോ വന്ന് അവസാനം നോട്ട് നിരോധിച്ചപ്പോ മുസ്ലിമിനെ മാത്രം ബാധിച്ചല്ലോ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുകയല്ലായിരുന്നോ? ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ ക്യൂവിൽ നിർത്തിയ പോലെ ഒരു പീഡനം വന്നപ്പോൾ അത് മുസ്ലിം പ്രശ്നമല്ലായിരുന്നു. പക്ഷെ മുസ്ലിമായ നമ്മൾ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നില്ലേ? ഇനിയിപ്പോ അത് തന്നെ അന്നും പ്രതികരിച്ചില്ല. അന്നും നമ്മൾ നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ചില്ല. നിങ്ങളുടെ പെർഫോമൻസ് കാണാനാണ്, നിങ്ങളെ നാം പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തെ അയച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ പെർഫോമൻസ് ഇവിടെ എല്ലാം മോശമായി അല്ലേ? അപ്പൊ എന്ത് വേണ്ടു? നോട്ട് നിരോധനത്തിൽ നമ്മൾ ക്യൂ നിന്നതുപോലെ ഇനി നമ്മൾ NRC പൗരത്വം തെളിയിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം. പോയിട്ട് എന്തോരം ക്യൂ നിന്നാ മതിയാവും? നിങ്ങൾക്ക് അറിയാവോ? വാപ്പാടെ 1951 വാപ്പയും ഉമ്മയും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല. ആ കൊണ്ടേ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പെടണ പെടാപ്പാട് നമുക്കറിയാലോ അല്ലേ? ഒരു ആധാറിന് വേണ്ടി നമ്മൾ എന്തോരം കയറി ഇറങ്ങാണെന്നൊന്ന്. ഇനി നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത രേഖ വേണമെന്നാവശ്യപ്പെടുന്ന പരീക്ഷണം വരുമ്പോൾ നമ്മൾ എത്രമാത്രം കയറി ഇറങ്ങേണ്ടി വരും? ഇതിനു മുമ്പേ ചലിക്കേണ്ട നാം, ഇളകേണ്ട നാം അനുഗ്രഹത്തിന്റെ ആനന്ദത്തിൽ അഭിരമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തില്ല. അള്ളാഹ് എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ അനുഗ്രഹം അല്ലാഹു തആലയുടെ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിച്ചപ്പോൾ പേടിയുടെയും വിശപ്പിന്റെയും ഉടയാട അള്ളാഹ് ധരിപ്പിച്ചെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് അനുഭവിക്കാം. പേടി